നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരീഷൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഭവന നിർമ്മാണത്തിനും ഉൽപാദന മേഖലയ്ക്കും മുൻഗണന നൽകി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 29 കോടി രൂപ വരവും 28 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ജില്ലയിൽ വീണ്ടും ലഹരി മരുന്ന് വേട്ട. വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ MDMA-യും കഞ്ചാവും പിടികൂടി. വിഷുക്കാലമായതോടെ ജില്ലയിലേക്ക് നിയമവിരുദ്ധമായും അനിയന്ത്രിതമായും പടക്കമെത്തുകയാണെന്ന് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. അനധികൃത പടക്ക വ്യാപാരത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ഭവന നിർമ്മാണത്തിനും ഉൽപാദന മേഖലയ്ക്കും മുൻഗണന നൽകി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. കാർഷിക ഉൽപാദന മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും അതിദരിദ്ര കുടുംബങ്ങൾക്കുള്ള പുനരധിവാസത്തിനും മുൻഗണന നൽകി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കും പരിഗണന നൽകിയിട്ടുണ്ട്. 29 കോടി രൂപയുടെ വരവും 28 കോടി രൂപ ചിലവും 55 ലക്ഷം രൂപ മിച്ചവും വരുന്ന പ്രതീക്ഷിത ബജറ്റാണ് വൈസ് പ്രസിഡന്റ് KR മുരളി അവതരിപ്പിച്ചത്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിക്ക് തുക 20% നീക്കിവെച്ചിട്ടുണ്ടെങ്കിലും പോലും PMAY പദ്ധതിക്ക് എഗ്രിമെന്റ് വെച്ച മുഴുവൻ കുടുംബങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് വീതം വകയിരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. PMAY പദ്ധതിയിൽ 14,50,000 രൂപ ജനറലും അതുപോലെ തന്നെ SCPക്ക് 4,50,000 രൂപയും വകയിരുത്തിയിരിക്കുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ അതിദാരിദ്ര്യ കുടുംബങ്ങളായി 65 എണ്ണം തെരഞ്ഞെടുത്തു. ഭവന നിർമ്മാണം, വീടും സ്ഥലവും ഭക്ഷണവും നൽകൽ, വീട് വാടക നൽകൽ, വീട് പുനരുദ്ധാരണം, അതിദാരിദ്ര്യർക്ക് ഉപജീവനമായി ആടു വിതരണം തുടങ്ങിയ പദ്ധതിയിലൂടെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അവരെ എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. MGNRGS പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതി പരമാവധി 100 ദിനങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. 2025-26 സാമ്പത്തിക വർഷം 1,03,774 തൊഴിൽ ദിനങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്നു. 5,98,43,000 രൂപയുടെ ലേബർ ബഡ്ജറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖല. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ അലോപ്പതി, ആയുർവേദം, ഹോമിയോ ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നതായി അറിയാമല്ലോ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആവശ്യമായ മരുന്നുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ 3 സ്ഥാപനങ്ങൾക്കും കൂടി ആവശ്യമായ മരുന്ന് വാങ്ങാൻ 13 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെയും സ്റ്റാഫിന്റെയും വേതനമായി 10 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് M. സുമതി ടീച്ചർ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. 1995 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ 33% വനിതാ സംവരണം ഏർപ്പെടുത്തി പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് അനുരോധമായി കേരള നിയമസഭ പഞ്ചായത്ത് നിയമം ഭേദഗതി ചെയ്തു. മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിനുമപ്പുറം 1996-97 ജനകീയാസൂത്രണ പദ്ധതി നടപ്പാക്കി അധികാരങ്ങളും പദ്ധതി തുകയും ത്രിതല പഞ്ചായത്തുകൾക്ക് കൈമാറി. പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിന് വിവിധ തലങ്ങളിൽ പരിശീലനങ്ങൾ നൽകുകയും അവരെ പ്രാപ്തരാക്കുകയും ചെയ്ത് പദ്ധതി തുകയും ധനത് ഫണ്ടും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് ഭരണസമിതികൾക്കും ഉദ്യോഗസ്ഥർക്കും തുടർ പരിശീലനം തദ്ദേശ വകുപ്പിൻ്റെയും കിലയുടെയും ആഭിമുഖ്യത്തിൽ നൽകി വന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രജനി സുധാകരൻ, P. സോമസുന്ദരൻ, ജയന്തി പ്രകാശൻ, പഞ്ചായത്ത് സെക്രട്ടറി CV ഷാൻഡോ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി MDMA പിടികൂടി. ലഹരിവിരുദ്ധ സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. മണ്ണാർക്കാട് വീട്ടിൽ സൂക്ഷിച്ച 5 കിലോ കഞ്ചാവ് പിടികൂടി. ലഹരിവിരുദ്ധ സേനയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടോപ്പാടത്തു നിന്നും തിരുവാഴിയോട് നിന്നുമായി പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ MDMA പിടികൂടിയത്. കോട്ടോപ്പാടം അയ്യപ്പൻകാവിന് സമീപം ലഹരിവിരുദ്ധ സ്ക്വാഡ് നാട്ടുകൽ പോലീസിന് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ മണ്ണാർക്കാട് തെങ്കര അരയങ്ങോട് സ്വദേശി തച്ചാരക്കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് റിഷാദ് സിഗരറ്റ് പാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലാണ് MDMA പിടികൂടിയത്. ശ്രീകൃഷ്ണപുരം പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് മണ്ണാർക്കാട് തെങ്കര മണലടി പറശ്ശേരി സ്വദേശി അപ്പക്കാടൻ വീട്ടിൽ മുനീറിൽ നിന്നും 2 ഗ്രാമോളം MDMA പിടികൂടിയത്. മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടം വീട്ടിൽ സൂക്ഷിച്ച ഏകദേശം 5 കിലോയോളം വരുന്ന കഞ്ചാവാണ് മണ്ണാർക്കാട് ഡാൻസ് ഓഫ് സ്ക്വാഡ് പിടികൂടിയത്. ചിറപ്പാടം സ്വദേശിനി വടക്കേപ്പുറം വീട്ടിൽ ഭാനുമതിയുടെ വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. വിഷുക്കാലമായതോടെ ജില്ലയിലേക്ക് നിയമവിരുദ്ധമായും അനിയന്ത്രിതമായും പടക്കമെത്തുകയാണെന്ന് ഫയർ വർക്ക്സ് ആൻഡ് ഡീലേഴ്സ് അസോസിയേഷൻ. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ നഗ്നമായ ലംഘനം നടന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനധികൃത പടക്ക വ്യാപാരത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. EK സെൽവകുമാർ, അനിൽ P. വത്സൻ, CA ഉണ്ണികൃഷ്ണൻ, A. നസീർ എന്നിവർ സംസാരിച്ചു. രാജ്യത്തുമായി
കൂതാശിയിൽ നിന്നായാലും അതുപോലെ തന്നെ ഓൺലൈനിലൂടെ നിരവധി പടക്കങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഭാഗ്യവരങ്ങളിൽ കച്ചവടം അനധികൃതമായി കച്ചവടം ഈ മേഖലയിലുണ്ട്. അപ്പോൾ അത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എല്ലാം നിർമ്മിക്കുന്നത്. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ച് കോളേജ് അധ്യാപകൻ മരിച്ചു. നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപമാണ് ചൊവ്വാഴ്ച കാലത്ത് സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കോളേജ് അധ്യാപകൻ മരിച്ചത്. ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ അക്ഷയ് ആർ മേനോനാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ അക്ഷയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് നിന്നും ലക്കിടിയിലെ കോളേജിലേക്ക് വരുന്നതിനിടയിലാണ് അക്ഷയ് സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത്. മറ്റു വാർത്തകളിലേക്ക്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിക്കുന്നവർക്ക് അറിയാം എത്ര കംഫർട്ടായിട്ടുള്ളത് ഡോക്ടർ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ആ ക്ലാസ്സാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മാലിന്യമുക്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഇത്തരം സാനിറ്ററി പാഡുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ അത് പണ്ടത്തെ കാലത്ത് തുണി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നെങ്കിൽ ഇന്ന് വേറെ നമുക്ക് ആ ഒരു മാസം ഒരാഴ്ച 2 ആഴ്ച നമ്മൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആരും വീട്ടിലിരിക്കുന്ന ആളുകളല്ല, പുറത്തു പോയി രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരാഴ്ചക്കാലം നമ്മൾ എത്ര വേദനയാണെങ്കിൽ പോലും നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ. എങ്കിലും നമ്മളത് വർക്കിൻ്റെ നമ്മൾ പലതരത്തിലുള്ള വർക്കുകളാണെങ്കിൽ അതൊന്നും നമ്മുടെ ഭാവത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ നമ്മുടെ വേദനകളൊക്കെ നമ്മൾ ഒതുക്കി മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി നമ്മളത് എത്ര വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി അധ്യക്ഷയായി. ഡോക്ടർ പ്രിയ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാകുമാരി, ഗിരിജ സുരേഷ്, KP ഫൗസിയ, സുമിത ഷഹീർ, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സുധ, രാജമ്മ എന്നിവർ സംസാരിച്ചു. പാലക്കാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കവചമാകാം ലഹരിക്കെതിരെ എന്ന സന്ദേശം ഉയർത്തി ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കരുണ മെഡിക്കൽ കോളേജ് സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഒറ്റടിക്കല്ലെങ്കിലും ഒരു ദീർഘവീക്ഷണത്തോടു കൂടി മാരകമായ വിപത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ പൗരന്മാരായ നമ്മൾ ആദരണീയരായ ഭരണകൂടങ്ങളും ലക്ഷ്യപൂർണമായി പ്രവർത്തിക്കൽ ഒരു അനിവാര്യമാണ്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ Y ഷിബു, നോബിൾ ജോസ്, ശ്രീനേഷ്, രമേശ് എഴുത്തച്ഛൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ചിറ്റൂർ റേഞ്ചിലെ മോളക്കോട്, മീനാക്ഷിപുരം ഭാഗങ്ങളിലെ 10 ഷാപ്പുകളിൽ മരുന്ന് കലർത്തിയതായി പരിശോധനാ ഫലം പുറത്തു വന്നതോടെ നടത്തിപ്പുകാർക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തു. ബെനാഡ്രിൽ എന്ന മരുന്നാണ് കള്ളിൽ കലർത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കപ്പ് സിറപ്പ് കള്ളിൽ കലക്കിയതിനെതിരെ എക്സൈസ് വകുപ്പ് നേരത്തെ കേസെടുത്തിരുന്നു. ബദരീങ്ങളുടെ ആണ്ടുനേർച്ച ആഘോഷത്തോടനുബന്ധിച്ച് വടക്കഞ്ചേരി ആമക്കുളം മസ്ജിദുൽ അബ്ബാസ് പള്ളിയിൽ ബദർ ദിന അനുസ്മരണം സംഘടിപ്പിച്ചു. മൗലൂദ് പാരായണം, അന്നദാനം, പ്രാർത്ഥനാ സംഗമം എന്നിവ നടന്നു. പള്ളി ഇമാം ജാഫർ സയ്യിദി, വടക്കഞ്ചേരി ഷാഫി ജുമാഅത്ത് പള്ളി ഇമാം സെയ്ദ് മുഹമ്മദ് അഷ്റഫി, ഹനഫി ജുമാഅത്ത് പള്ളി ഇമാം മുഹമ്മദ് യാസീൻ സിറാജ്, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് VK ജബ്ബാർ ഹാജി, സെക്രട്ടറി ഉമ്മർ സാഹിബ്, യുവജന കമ്മിറ്റി ഭാരവാഹികളായ ജൗഹർ, മൊയ്തീൻ ബാബു, വാർഡ് കമ്മിറ്റി മെമ്പർ ഷാഹുൽ ഹമീദ്, മുൻ പ്രസിഡന്റ് KK ബഷീർ സാഹിബ്, ഹക്കീം ഷാ, ഇസ്മായിൽ, സലീം ഷാ എന്നിവർ സന്നിഹിതരായി. فقتلنا من أصحابه أشر الرجال ثم قبل علينا التاجر وقال يا هؤلاء ما هددتم ما تريدون فقلنا نريد أن تأخذ هذه التجارة وانجم من بقي معك من أصحاب رسول الله صلى الله عليه وسلم وقال كيف تقدرون علي ومعي أهل بدر Allah
المرسلين خاتم النبيين شفيع المذنبين أنيس الوليم رحمة للعالمين راحة العاشقين مراد المشتاقين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين ابن الحسن والحسين مولانا مولى الثقلين أبو القاسم محمد بن عبد الله نور من نور الله